ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എല്ലാവരും +2ൻ്റെ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് വെക്കേഷൻ അടിച്ചു പൊളിക്കുമായിരിക്കും. പക്ഷേ എല്ലാവരുടെയും മനസ്സിൽ കാണും റിസൾട്ട് വന്നു കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് എന്താണെന്നുള്ളത്. കുട്ടികളുടെ മനസ്സിലില്ലെങ്കിലും പേരൻസിൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും കാണും നെക്സ്റ്റ് എന്ത് ആയിരിക്കും, എന്താണ് നെക്സ്റ്റ് പ്ലാൻ, ഏത് കോഴ്സിന് ചേർക്കണം, എന്ത് കോഴ്സ് പഠിച്ചാൽ ജോലി കിട്ടും എന്നൊക്കെയുള്ളൊരു ടെൻഷൻ എല്ലാവരുടെയും മനസ്സിൽ കാണും. നമ്മൾ വന്നിരിക്കുന്നത് അധിക മാർക്കും അറിയാത്ത എന്നാൽ ചിലർക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൽ, സെൻട്രൽ ഗവൺമെൻറ്റിൽ നമ്മുടെ +2 യോഗ്യതയുള്ളവർക്ക് എഴുതാൻ കഴിയുന്ന എക്സാംസ് ഉണ്ടെന്ന്. അവർക്ക് ധാരാളം സാധ്യതകളാണ് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിലുള്ളത്. പക്ഷേ അധികം ആർക്കും അതിനെപ്പറ്റി അറിയില്ല. അറിഞ്ഞാൽ തന്നെയും എല്ലാവരും സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ്, SSC എക്സാംസ്, RRB എക്സാംസ് എന്നൊക്കെ കേൾക്കുമ്പോൾ അത്രയും വലിയ എക്സാം അല്ലേ, +2 യോഗ്യതയുള്ള ഞങ്ങൾ എഴുതിയാൽ കിട്ടുമോ എന്നൊക്കെയുള്ള ഡൗട്ട്സാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ അതൊക്കെയാണൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ സാധ്യതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പഠിക്കണം, ഏത് എക്സാംസ് ആണ് നിങ്ങൾക്കൊക്കെ എഴുതാൻ കഴിയുന്നത് എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. SSC എക്സാംസിൽ 10th ലെവൽ ക്വാളിഫിക്കേഷനിൽ വരുന്ന ഒരു എക്സാമാണ് MTS എന്ന് പറയുന്നത്, മൾട്ടി ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ 10th ലെവലാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ്. ഇതിന് ഒരു CBT 1 എക്സാം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എക്സാംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ CBT 1, CBT 2 അങ്ങനെ 2 പാർട്ട് എക്സാംസ് ഉണ്ട്. ഇതിൽ ഒരു സിംഗിൾ എക്സാം മാത്രമേ ഉള്ളൂ. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു +2 കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ ഏജ് എന്ന് പറയുന്നത് ഒരു 18 വയസ്സായിരിക്കും. അപ്പോൾ നമ്മൾ +2 പാസ്സായാലും പാസ്സായില്ലെങ്കിലും നമുക്ക് ഈ മൾട്ടി ടാസ്കിംഗ് MTS എക്സാം എഴുതാൻ കഴിയും. കാരണം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് 10th ലെവലാണ്. അപ്പോൾ ഇതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസിൽ വരുന്ന ടോപ്പിക്സ് മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നിങ്ങനെയാണ്. ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ +2 വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ്. NCERT ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ 80% ക്വസ്റ്റ്യൻസും വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു +2 കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അതിൻ്റെ സിലബസ് കവർ ചെയ്യാൻ അത്ര വലിയ പാടുള്ള കാര്യമല്ല. ഒന്ന് ശ്രമിച്ചാൽ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അതിൽ ബാക്കി വരുന്നൊരു 20% ആണ് നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ടെൻഷൻ വരുന്നത്. അത് നമുക്ക് പ്രീവിയസ് ഇയർ എക്സാംസിലൂടെയും മോക്ക് ടെസ്റ്റുകളിലൂടെയൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ പാറ്റേണിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് മാത്സിൻ്റെ, 20 ക്വസ്റ്റ്യൻസ് ആണ് റീസണിങ്ങിൻ്റെ. അതിൽ 20 ക്വസ്റ്റ്യൻസിന് 3 മാർക്ക് വീതമാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 60 മാർക്കാണ് മാത്സ്, റീസണിങ്ങിനും 60 മാർക്കാണ്. അത് സെഷൻ A ആണ്. ഇത് ക്വാളിഫൈ ആയാൽ മാത്രമേ നമ്മുടെ സെഷൻ 2ൻ്റെ മാർക്ക് അവർ കൺസിഡർ ചെയ്യുകയുള്ളൂ. ജനറൽ അവയർനെസ്സിൽ 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജിലും 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ഇത്രയും ടോപ്പിക്കുകൾ കാണുമ്പോൾ നമ്മൾ പേടിക്കും, ഇത്രയധികം ടോപ്പിക്കുകൾ എങ്ങനെ പഠിച്ച് തീർക്കുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മൾ +2 സ്റ്റുഡൻസിനെ സംബന്ധിച്ച്, ഒരു 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിഞ്ഞവരെ സംബന്ധിച്ച് ഇതൊക്കെ എളുപ്പമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഇത് തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുമ്പോൾ ഇത് എളുപ്പമായിട്ട് മാറുകയുള്ളൂ. അല്ലാതെ ഇത് വലിയൊരു ബാലികേറാ മലയൊന്നുമല്ല. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. തുടർച്ചയായിട്ടുള്ളൊരു പ്രാക്ടീസ് മാത്രം മതി. നമ്മളിപ്പോൾ വിചാരിക്കും +2 കഴിഞ്ഞ ഉടനെ ഈ എക്സാംസ് എഴുതാൻ പോകുന്നത് എന്തിനാണ്, നമുക്കൊരു നെക്സ്റ്റ് ഒരു കോഴ്സൊക്കെ ചെയ്ത് ഒരു ഡിഗ്രിയൊക്കെ എടുത്ത് അതിനുശേഷം നമ്മൾ എക്സാംസ് എഴുതിയാൽ പോരെ എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മൾ ഇപ്പോഴേ ഇതിനു വേണ്ടി തയ്യാറെടുത്ത് തുടങ്ങിയാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 25 ആണ്. അതായത് നമ്മൾ ജനറൽ കാറ്റഗറിയിൽ പറയുമ്പോഴാണ് 25. നമ്മൾ മറ്റ് റിസർവേഷൻ കാറ്റഗറീസ് ആണെങ്കിൽ ഏജ് ലിമിറ്റിൽ റിലാക്സേഷൻസ് ഉണ്ട്. OBC ആണെങ്കിൽ 3 വർഷവും SC ST ആണെങ്കിൽ 5 വർഷവും റിലാക്സേഷൻ വരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും നമ്മൾ ഒരു ജനറൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഡിഗ്രി പാസ്ഔട്ടായി ഇറങ്ങിക്കഴിഞ്ഞ് പിന്നീട് നമ്മളൊരു ഒരു ജോലിയെപ്പറ്റി ചിന്തിച്ച് തുടങ്ങുമ്പോൾ, നമ്മൾ ഈ എക്സാംസ് ഒക്കെ എഴുതാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഈ MTS എന്ന് പറയുന്നൊരു എക്സാം എഴുതാൻ കിട്ടുന്ന ചാൻസ് എന്ന് പറയുന്നത് 1 or 2 ആയിരിക്കും. കാരണം അപ്പോഴേക്കും നമ്മുടെ ഏജ് ലിമിറ്റ് കഴിയും. അതേസമയം നമ്മൾ ഈ +2 കഴിഞ്ഞ ഉടനെ തന്നെ ഇതിനു വേണ്ടി തയ്യാറെടുത്ത് തുടങ്ങിയാൽ നമുക്ക് ആദ്യത്തെ ചാൻസിൽ കിട്ടിയില്ലെങ്കിലും 2 or 3 ചാൻസുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നമ്മൾ അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എടുത്തുകൊണ്ട് വേണം നമ്മൾ ഇപ്പോഴേ ഇതിനു വേണ്ടി തയ്യാറെടുത്ത് തുടങ്ങാൻ. നെക്സ്റ്റ് വരുന്നത് SSC GD ആണ്. അതിൻ്റെയും ക്വാളിഫിക്കേഷൻ 10th ലെവൽ തന്നെയാണ്. നമുക്കറിയാം, നമുക്ക് ഫോഴ്സിലേക്ക് പോകാൻ ആഗ്രഹമുള്ള ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും എഴുതാൻ കഴിയുന്ന ഒരു എക്സാമാണ് SSC GD എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രായപരിധി 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ്. ഇതിനും റിലാക്സേഷൻ ഉണ്ട്. ഏജ് ലിമിറ്റിൽ നമ്മുടെ റിസർവേഷൻ കാറ്റഗറിയിൽ റിലാക്സേഷൻ ഉണ്ട്. ഇതിലും CBT 1 ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം മാത്രമേ ഉള്ളൂ. പിന്നീട് വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും
ബാക്കിയുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ ടെസ്റ്റ് നമുക്ക് പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സർവീസിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 18 വയസ്സിൽ നല്ലൊരു സാലറി സ്കെയിലുള്ള ജോലിയിലേക്ക് തന്നെയായിരിക്കും നമ്മൾ ഇത് എഴുതി കയറി കഴിഞ്ഞാൽ നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് എയിൽ വരുന്നത് ജനറൽ ഇൻ്റലിജൻസും പാർട്ട് ബിയിൽ വരുന്നത് ജനറൽ നോളജ്, പിന്നെ വരുന്നത് മാത്തമാറ്റിക്സ്, പിന്നെ ഇംഗ്ലീഷ്, അങ്ങനെ 4 സബ്ജക്റ്റാണ് വരുന്നത്. ഇതിന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 20 വീതമാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ എക്സാംസിൻ്റെ എല്ലാം സിലബസ് സെയിം ആയിരിക്കും. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, GK ഈ 4 ടോപ്പിക്കുകൾ തന്നെയാണ് എല്ലാ എക്സാംസിനും ഉള്ളത്. പിന്നെ ക്വാളിഫിക്കേഷൻ മാറുമ്പോൾ അതിൻ്റെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിൽ മാറ്റം വരും. അതാണ് വ്യത്യാസം. ഇപ്പോൾ 10th ലെവലിൽ ചോദിക്കുന്ന ലെവലിലായിരിക്കത്തില്ല +2 ലെവലിൽ ചോദിക്കുന്നത്, +2 ലെവലിൽ ചോദിക്കുന്ന ലെവലിലായിരിക്കത്തില്ല ഡിഗ്രി ലെവലിൽ ചോദിക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ബാക്കിയെല്ലാം കണ്ടന്റുകളെല്ലാം സെയിം ആണ്. നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു ഡിഗ്രി കഴിയുമ്പോൾ നമുക്ക് ഡിഗ്രി ലെവൽ എക്സാംസ് എഴുതുമ്പോഴും അത് പ്രയോജനപ്പെടും. നെക്സ്റ്റ് വരുന്നതാണ് നമ്മളൊരു +2 കഴിഞ്ഞു നോക്കുമ്പോൾ +2 ലെവലിൽ ക്വാളിഫിക്കേഷനിൽ ഒരു ജോലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറ്റിയൊരു ജോബാണ് CHSL എന്ന് പറയുന്നത്, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ. അതിൻ്റെ പ്രായപരിധി വരുന്നത് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ്. ഇതിന് 2 CBT എക്സാംസ് ഉണ്ട്. CBT 1 പാസ്സായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ വീണ്ടും ഒരു എക്സാംസ് ഉണ്ടായിരിക്കും. പിന്നെ ബാക്കി പ്രൊസീജിയേഴ്സും ആണ്. അപ്പം ഇതിനും സിലബസ് ഒക്കെ സെയിം തന്നെയാണ്. ഇംഗ്ലീഷ്, ജനറൽ ഇൻ്റലിജൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ്. ഇത് 10th ലെവലിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ടഫ് ആയിരിക്കും എന്നേ ഉള്ളൂ. പക്ഷേ സിലബസ് സെയിം ആണ്. നമ്മൾ അതിൻ്റെ പ്രാക്ടീസ് സെക്ഷൻസ് കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാംസും സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ കഴിയും. നമ്മൾ ഇപ്പോഴേ +2 കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമ്മൾ ഇപ്പോഴേ നമ്മുടെ ഈ വെക്കേഷൻ ടൈമിൽ നമ്മൾ ഇതിനു വേണ്ടി തയ്യാറെടുത്ത് തുടങ്ങിയാൽ നിങ്ങളൊരു ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിരുന്നാൽ കൂടി നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാം എഴുതി ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് 1, 2, 3 ചാൻസുകൾ നമുക്ക് ഈ എക്സാം എഴുതാനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ എക്സാമിന് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്ത് ഇതിനു വേണ്ടി തയ്യാറെടുത്ത് തുടങ്ങുക. നെക്സ്റ്റ് വരുന്നതാണ് നമ്മൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇത് നോക്കുന്നവർക്കുള്ളതാണ് CGL, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. ഇത് പക്ഷേ നമുക്കറിയാം നമ്മളിപ്പം MTS ഓ CHSL ഓ എഴുതി ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം നമ്മൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം മാത്രം വരുന്നൊരു എക്സാമാണ് CGL എന്ന് പറയുന്നത്, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. പക്ഷെ നമുക്കറിയാം MTS ഓ CHSL ഓ എഴുതി നമ്മളൊരു ജോലിയിൽ പ്രവേശിച്ചു, അതിനുശേഷം നമ്മൾ നമ്മുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ CGL എഴുതുവാണെങ്കിൽ നമുക്ക് കട്ട് ഓഫ് മാർക്കിലും ഏജ് റിലാക്സേഷനിലും ഒക്കെ കുറേ വ്യത്യാസങ്ങളുണ്ട്. കാരണം നമ്മൾ ഈ 32 എന്ന് പറയുന്ന ഏജ് ലിമിറ്റ് ആയിരിക്കത്തില്ല നമ്മളൊരു എംപ്ലോയി ആയിരുന്നു കൊണ്ട് CGL എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ CHSL എഴുതി കയറി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗ്രാജുവേഷൻ എടുക്കുന്നു, അത് കഴിഞ്ഞ് നമ്മൾ CGL എഴുതുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഏജ് റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കട്ട് ഓഫിൽ വ്യത്യാസം വരുന്നുണ്ട്. അതായത് നമ്മൾ ജനറൽ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാൾ ഡയറക്റ്റ് പോയി CGL എഴുതുമ്പോൾ അയാളുടെ കട്ട് ഓഫ് വരുന്നത് ചിലപ്പോൾ 152 അല്ലെ 142 ഒക്കെ ആയിരിക്കും, ആ റേഞ്ചിലായിരിക്കും വരുന്നത്. പക്ഷേ ഒരു എംപ്ലോയി എന്ന നിലയിൽ നമ്മൾ ആ എക്സാം എഴുതുമ്പോൾ, നമ്മൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എഴുതുമ്പോൾ നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു മാർക്കായിരിക്കും. ഇപ്പോൾ ഈ 152 പറഞ്ഞെടുത്ത് ചിലപ്പോൾ അവിടെ 90 മാർക്കോ 95 മാർക്കോ ഒക്കെ മതിയായിരിക്കും നമുക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട്. അങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. കാരണം ഇതൊന്നും അധികം ആർക്കും അറിയില്ല. ഇപ്പോൾ CGL എഴുതി ഡയറക്റ്റ് ജോലി CGL മാത്രമേ എഴുതൂ എന്ന് വാശി പിടിച്ചിരിക്കാതെ നമ്മൾ ഈ +2 കഴിഞ്ഞ് ആ ഒരു ഇതിന് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് MDS ഓ CHSL ഓ എഴുതി കയറിയാൽ തന്നെയും നമുക്ക് CGLിലേക്കുള്ളൊരു വഴിയാണത്. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കണം. ഈ CGLലും സെയിം സിലബസ് തന്നെയാണ്. ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, ഇതിൽ സെയിം സിലബസ് ആണ്. പക്ഷേ ഇത് 2 ടയർ എക്സാം ഉണ്ട്. CHSL പറഞ്ഞതുപോലെ 2 ടയർ എക്സാം ഉണ്ട്. ഫസ്റ്റ് ടയർ ക്വാളിഫൈ ആയതിനു ശേഷം നെക്സ്റ്റ് ടയറിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യപ്പെടും. അങ്ങനെ ബാക്കി പ്രൊസീജിയേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷനിൽ തന്നെ വരുന്ന എക്സാമാണ് SSI CPO എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 to 25 ആണ്. സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ആണിത്. ഇതിൽ ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ നോളജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ഇത്രയും സെയിം സിലബസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് SSCയിൽ. ഇത് കൂടാതെ വേറെയും കുറേ എക്സാംസ് ഉണ്ട്, സ്റ്റെനോഗ്രാഫർ, അങ്ങനെ കുറേ എക്സാംസുകൾ ഈ SSC റിലേറ്റഡ് വരുന്നുണ്ട്. SSC എല്ലാ വർഷവും അവർ നടത്തുന്ന എക്സാംസിൻ്റെ കലണ്ടർ പബ്ലിഷ് ചെയ്യും. ഇത് വല്ലപ്പോഴും വരുന്നൊരു എക്സാം അല്ല, ഇയർലി വരുന്ന എക്സാംസുകളാണ് ഈ പറഞ്ഞതെല്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ചാൻസിൽ നമുക്ക് കിട്ടിയില്ലെങ്കിലും നെക്സ്റ്റ് ഇയറിൽ നമുക്കത് ക്രാക്ക് ചെയ്യാനുള്ള അവസരം നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ 2025 SSCയുടെ കലണ്ടർ പ്രകാരം ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു തുടങ്ങുന്നത് April 2nd വീക്കോടുകൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് നിങ്ങൾക്ക് കറക്റ്റ് ഒരു ടൈമാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങാൻ ശ്രമിക്കണം.
SSC എക്സാംസ് മാത്രമല്ല ഒരു +2 ക്വാളിഫൈ ആയ ഒരു കുട്ടിയെ സംബന്ധിച്ച് എഴുതാൻ കഴിയുന്നത്. റെയിൽവേയിലും നിങ്ങൾക്ക് നിരവധി അവസരങ്ങളാണ് കാത്തിരിക്കുന്നത്. റെയിൽവേയിൽ അങ്ങനെ വരുന്ന ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് RRB NTPC എക്സാം എന്നുള്ളത്. അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളാണ് അതിൽ വരുന്നത്. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട്സ് ക്ലർക്ക്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻ ക്ലർക്ക് അങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളാണ് വരുന്നത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ +2 ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. ഇതിൽ സിലബസ് വരുമ്പം ഇംഗ്ലീഷ് ഉണ്ടായിരിക്കില്ല. മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ് അങ്ങനെയാണ് ടോപ്പിക്സ് വരുന്നത്. അതും നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരുന്നത്. അതിൽ സയൻസിന് കുറച്ചുകൂടി ഫോക്കസ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു +2 ലെവൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അത് എളുപ്പമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ അത്രയും നാൾ പഠിച്ചുകൊണ്ടിരുന്നത് സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഒരു അഡ്വാൻസ് ലെവലിലൊന്ന് നമ്മൾ ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാംസ് ഒക്കെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് നമ്മൾ നേരത്തെ SSCയുടെ GD പറഞ്ഞതുപോലെ നമ്മൾ ഫോഴ്സിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യണം, ഫോഴ്സിൽ ജോലി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ എക്സാംസ് ആണ് RPF എക്സാം, റെയിൽവേ പോലീസിലേക്കുള്ള എക്സാം. അതിൽ കോൺസ്റ്റബിളിന് 10th ക്വാളിഫിക്കേഷൻ മതി. അതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ്. അതിലും ഒരു CBT എക്സാം ഉണ്ടായിരിക്കും. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, അതേപോലെ ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. നമ്മൾ ഈ CBT 1 എക്സാം ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമുക്ക് എക്സാം കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ബാക്കിയൊക്കെ നമുക്ക് ട്രെയിൻ ചെയ്ത് നമ്മുടെ ഫിസിക്കലൊക്കെ നമുക്ക് നേരത്തെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഈ എക്സാംസും നന്നായിട്ട് തന്നെ നോക്കുക. പിന്നെ വരുന്നതാണ് RRB ഗ്രൂപ്പ് D എന്ന് പറയുന്നത്. RRB ഗ്രൂപ്പ് ഡിക്കും 10th ലെവൽ ക്വാളിഫിക്കേഷൻ ആണ്. അതിപ്പോൾ നമ്മുടെ റെയിൽവേ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നു. അതിപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ എക്സാംസ് ഒക്കെ ഉടനെ ഒരു ജൂൺ ജൂലൈയിലൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. അപ്പോൾ ഗ്രൂപ്പ് D എക്സാമും 10th ലെവൽ ഓർ ITI ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു പോസ്റ്റാണ്. നമ്മൾ ഒരു ചെറിയ പോസ്റ്റ് ആണെങ്കിൽ കൂടി നമ്മൾ ഈ പ്രായത്തിൽ അത് എഴുതിയെടുത്തു കഴിഞ്ഞാൽ നമുക്കത് വളരെ വലിയൊരു ബെനിഫിറ്റ്സ് ആയിരിക്കും. കാരണം നമുക്ക് വരുന്ന എക്സാംസിൽ നമുക്കതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ ഏജ് റിലാക്സേഷൻ, അതുപോലെ കട്ട് ഓഫ് മാർക്കിലുള്ള ഇളവുകൾ, അങ്ങനെ കുറേ കാര്യങ്ങളിൽ നമുക്ക് ഇളവുകൾ ലഭിക്കും. അതൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇപ്പോഴേ അതിനുവേണ്ടി തയ്യാറെടുത്ത് തുടങ്ങിയാൽ നമുക്ക് നമ്മുടെ ചെറിയൊരു 10-21 വയസ്സിൽ തന്നെ നമുക്ക് നല്ലൊരു ജോലി സെറ്റാക്കാൻ കഴിയും. നമ്മുടെ ഫാമിലിക്ക് അത് വലിയൊരു സപ്പോർട്ടായിരിക്കും. നമുക്കറിയാം നമ്മുടെ എല്ലാവർക്കും സ്വപ്നമാണ് നമുക്ക് നല്ലൊരു സെക്യൂർഡ് ആയിട്ടുള്ളൊരു ജോലി വേണം എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് പറ്റിയ ഓപ്ഷനാണ് നമ്മുടെ ഈ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനായിട്ട് തയ്യാറെടുക്കുക എന്നുള്ളത്. ഇതിനെപ്പറ്റി അധികം ആരും അവെയർ അല്ല, അതുകൊണ്ടാണ് ഇത് അധികം ആരും എഴുതാത്തതും. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ അറിഞ്ഞു തുടങ്ങുന്നുണ്ട്. കാരണം നമ്മുടെ യൂട്യൂബിലായാലും നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം എല്ലാവരും ഇതിനായിട്ട് ശ്രമിക്കുക, ഇതിനെപ്പറ്റി കൂടുതൽ അറിയുക. നമുക്ക് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ഇതിന് SSCക്കും RRBക്കും ഫോക്കസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ബാച്ചുകൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു അവസരമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. SSC പോലെ തന്നെ റെയിൽവേയും ഇയർലി എക്സാംസ് കണ്ടക്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ വർഷവും റെയിൽവേയുടെ എക്സാംസും നിങ്ങളുടെ മുന്നിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ വർഷം തന്നെ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ഈ വർഷം ക്രാക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കൂടി വരുന്ന വർഷങ്ങളിൽ ക്രാക്ക് ചെയ്യാനുള്ള അവസരം നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങുക, വേസ്റ്റ് ചെയ്യരുത്. കാരണം ഗവൺമെൻറ് എക്സാം പഠിച്ചാൽ കിട്ടുമോ, കിട്ടാനാണ് എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കരുത്. കാരണം സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനെ സംബന്ധിച്ചുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സാം എഴുതി അതിൻ്റെ പ്രൊസീജിയേഴ്സ് ആ വർഷം തന്നെ കംപ്ലീറ്റ് ആവുന്നതാണ്. പെട്ടെന്നാണ് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൻ്റെ പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോലിയിൽ കയറാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. നമ്മളൊരു എക്സാം എഴുതി കഴിഞ്ഞാൽ അതൊരു മാക്സിമം ഒരു 1.5 വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ എക്സാം എഴുതി അതിൻ്റെ റിസൾട്ട് വന്ന് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഒരു മാക്സിമം 1.5 വർഷത്തിൽ തന്നെ, മാക്സിമം ആണ് ഞാൻ പറഞ്ഞത്, ഒരു 1.5 വർഷം കൊണ്ട് തന്നെ അതിൻ്റെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് എക്സാം വരികയാണ് അതിൻ്റെ. അപ്പോൾ നെക്സ്റ്റ് റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ അങ്ങനെ ആ പ്രൊസീജിയേഴ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോലി കിട്ടാനുള്ളൊരു ചാൻസ് വളരെ വലുതാണ്. അപ്പോൾ എല്ലാവരും അതിനായിട്ട് തയ്യാറെടുക്കുക. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ അതിൻ്റെ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങളോടൊപ്പം തന്നെ ഏണസ്റ്റ് അക്കാഡമി ഉണ്ടാവും. ഏണസ്റ്റ് അക്കാഡമിയിലെ കോഴ്സുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് മെൻറ്റർ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ടെസ്റ്റ് സീരീസുകളുണ്ട്. നിങ്ങളെ ബേസ് ലെവലിൽ തൊട്ട് നിങ്ങളെ പഠിപ്പിച്ചെടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് മാത്സ് വീക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ആ മാത്സിന് കൂടുതൽ ഫോക്കസ് തരുന്നതായിരിക്കും. റീസണിങ്ങിന് വീക്ക് ആണെങ്കിൽ അതിന് നമ്മൾ ഫോക്കസ് തരുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ ഏത് ഏരിയയിലാണോ വീക്ക് അതിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് തരുന്നതായിരിക്കും. അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങളെ ഒരു ജോലിയിലേക്ക് എത്തിക്കാൻ എല്ലാ കണ്ടന്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ നമ്മുടെ കോഴ്സുകളുമായിട്ടോ നമ്മുടെ വീഡിയോയുമായോ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളുണ്ട്, SSCക്കും RRBക്കും ഒക്കെ ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫേഴ്സും GK കണ്ടൻസും ഒക്കെ ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.